എന്താ ഇവിടെ ഒരു ഉന്നതതല സമ്മേളനം? ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ ബിഫോർ എന്താണ് അതിന്റെ ആഫ്റ്റർ എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. ബിഫോറോ ആഫ്റ്റർ ഒന്നും ഇല്ല. രാത്രി എല്ലാരും കിടന്നോളുന്ന വഴിക്ക് വേറൊരാളുടെ ബെട്ടിക്ക് എത്തി നോക്കണേന് ഞങ്ങൾ പറയാം ഒളിഞ്ഞോട്ടെന്നാണ്. ആക്ച്വലി സംഭവം തന്നെ ബട്ട് കൊളോക്കില് കൊളവാക്കണ്ട. ഇവിടെ എന്ത് ഒളിഞ്ഞോ അല്ല സാർ, ഈ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ബെഡിൽ എന്ത് ഒളിഞ്ഞോട്ടുള്ളത് ചോദിച്ചോട്ടെ, എന്നിട്ട് തലക്കകത്ത് എന്താടാ തേങ്ങാ പിണ്ണാക്കാണ്? നമുക്ക് ആകെ പ്രൈവസി ആയിട്ടുള്ള എന്താ അറിയോ, സ്വന്തം ബെഡ് സ്പേസും ബാത്റൂമും പോകുമ്പോ ബെഡ് സ്പേസ് എങ്ങനെ പ്രൈവറ്റ് ആവുന്നു? അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. നമ്മള് കോമൺ സ്പേസിൽ കിടക്കുമ്പോ നമ്മുടെ പ്രൈവസിയാണ് നമ്മളൊരു ബെഡ് പോച്ച് കിടക്കുന്നത് അല്ലേ, ബെഡിൽ ഒരു ബ്ലാങ്കറ്റ് പോച്ച് കിടക്കുന്നത്. അതിന്റെ ഉള്ളിൽ സ്കാനറിനെ കണ്ണു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും ഗർഭം ഉണ്ടായാലും ഇല്ലേലും ശരി, കാശ് കിട്ടിയാൽ ഞാൻ കഴിക്കും. പോകൃതരത്തിനോട് നേരം നിറയും ചെറ്റത്തരമല്ലേ നീ കാണിച്ചേ? അവിടെ ഒരു സ്കാനർ കണ്ണ ഒന്നുമല്ല. ബിക്കോസ് ഈ സംഭവം നടന്നത് വളരെ മുമ്പാണ് അല്ലെ. അതിനുശേഷം എത്ര ദിവസം ശേഷം നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഞാനിപ്പോ എനിക്കൊരു വിശ്വാസം ഉണ്ട് ഇങ്ങനെ നടന്നു. അതെങ്ങനെ ഒരു വിശ്വാസം എന്റെ മനസ്സിലുണ്ടെങ്കിൽ എന്റെ അടുത്ത് പുറത്തുനിന്ന് കളി കണ്ടു വന്ന ആൾക്കാർ വന്ന് 3-4 പേര് പറയുന്നു, എന്റെ ആ വിശ്വാസം ഞാൻ ഊട്ടി ഉറപ്പിക്കും. കാശും കൊടുത്ത് BB ഹൗസിനകത്ത് വിളിച്ചു വരുത്തി ഈ ഷോന്റെ ഭാഗമായി നിർത്തിയ ബിഗ് ബോസും ലാലേട്ടനും പറയാണ് അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ, അണ്ണാക്കിലെ പിരിവെട്ടി. അതേപോലെ തന്നെ അനുമോൾ അനുമോൾ അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവർ കിടക്കുന്നുണ്ടോ അവരെന്ത് ചെയ്യുന്നുണ്ടോ എനിക്കൊരു കുഴപ്പമില്ല. ഞാനിത് പറഞ്ഞത് അനുമോളുടെ അമ്മേനെ പറഞ്ഞുകൊണ്ടാണ്. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഓക്കെ, അമ്മേനെ പറഞ്ഞാൽ തിരിച്ച് ചീത്ത വിളിക്കാത്ത ഒരാളൊന്നുമല്ലല്ലോ അനുമോള്. അനുമോളെ പറഞ്ഞപ്പോ അമ്മൂമ്മേനെ പറഞ്ഞ ഒരാളാ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. നിന്നെയൊക്കെ മുക്കാലേക്കിട്ട് അടിക്കാൻ വേണ്ടേ മാറി കാടുകൊണ്ടാ മോനെ. അമ്മേനെ നോർമൽ ആയിട്ട് വിളിച്ചതാണെങ്കിലും അല്ലെങ്കിലും ഒരാളുടെ ലൈഫ് പോണ കാര്യം എടുത്തിടാൻ പാടും. അല്ല അവിടെ എന്റെ ലൈഫ് പോണ കാര്യമാണ്. ക്രെഡിബിലിറ്റി പോയില്ലേ? പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. ആരെങ്കിലും ഗിസയിലും ഇപ്പൊ ഇൻ കേസ് അവര് ഇങ്ങനൊരു സംഭവം പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും അവരത് ബാധിക്കുന്ന ഒരു കേസായിട്ട് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. കണ്ടോ ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടി കോയക്കാം. അവരെന്താ പറയാതിരുന്നത്? അങ്ങനെ നാട്ടിൽ ലാലേട്ട ഇല്ലാന്ന് പറഞ്ഞപ്പോ അവർക്ക് എന്തായി, ആര്യൻ അവിടെ കൺഫെഷൻ റൂമിന്റെ ക്യാമറയുടെ മുന്നിൽ നിന്ന് കരയായിരുന്നു. വിട്ടില്ലേ, ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, നമുക്ക് വേറെല്ലാം പറയാം. ഇത്രയും വലിയ ഒരു ഷോയില് ഇത്രയും വലിയൊരു കുൽസിത സാധനം ഉണ്ടാക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ഞാൻ അപ്പോഴും പറയാം, നിങ്ങൾ ആ കുൽസിത ആംഗിളിലാണ് ആ ഒരു അലിഗേഷനെ കാണുന്നത്. അതൊരു അലിഗേഷൻ ആയിട്ട് പോലെ ആണും പെണ്ണും കട്ടിലിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇതും ഞാൻ കണ്ടു പറഞ്ഞു. എന്ത് പറയണം? സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. ഉമ്മ വെക്കുന്നത് തെറ്റാണോ? ഉമ്മ വെക്കുന്ന അനുമോക്ക് തെറ്റായതുകൊണ്ടാണോ വിളിച്ചു പറഞ്ഞത്? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അത് ഉമ്മ വെച്ചു എന്നുള്ളത് ഇപ്പൊ ലോകം അറിഞ്ഞാൽ അത് തെറ്റാണോ? അത് അനുമോക്ക് തെറ്റായതുകൊണ്ടാണോ അനുമോള് പറഞ്ഞത്? ആ വീരഭദ്രന് കണക്കിന് കിട്ടിയില്ലേ? വൈൽഡ് കാർഡ് വരുമ്പോ അത് ഒന്നും കൂടി ഉറപ്പാവുമ്പോ ആ സാധനം കൂടുതലായിട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാൻ ഇനീഷ്യേറ്റ് ചെയ്യാം. ഇതിലും വലിയൊരു സദാചാരം എന്താ നടന്നിട്ടുള്ളത്? തൽക്കാലം ഇത്രയും മതി, വരട്ടെ.